കഥാവസന്തം സാഹിത്യ സംവാദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സ്നേഹസംഗമവും കഥാചർച്ചയും സംഘടിപ്പിച്ചു. അംഗങ്ങളും എഴുത്തുകാരും പങ്കെടുത്ത പരിപാടി പ്രശസ്ത നോവലിസ്റ്റ് കെ.പി. രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ദേശീയതയ്ക്കും വംശീയതയ്ക്കും ഭാഷാപരമായ വ്യത്യസ്തതകൾക്കും ഉപരി ലോകത്തിലെ എല്ലാ മനുഷ്യരും ഐക്യത്തോടെ നിന്നില്ലെങ്കിൽ മനുഷ്യകുലം തന്നെ മുടിഞ്ഞുപോകുന്ന ചരിത്രസദ്യയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ കെ.പി. രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. വായനക്കാരുടെ സാഹിത്യ സംവാദ കൂട്ടായ്മയായ കഥാവസന്തം 200-ാം ലക്കത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സ്നേഹസംഗമവും കഥാചർച്ചയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ ഐക്യപ്പെടുത്താനുള്ള പ്രധാന കലാപരമായ ഉപാധിയാണ് സാഹിത്യം. അതിനാൽ തന്നെ കഥാവസന്തം പോലെയുള്ള ഉദ്യമങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മർത്യഭാഷയാണെങ്കിൽ ചരിത്ര മനുഷ്യനാക്കുന്നത് കഥയാണ്. അതുകൊണ്ട് കഥ വെറുമൊരു കളിയല്ല, സുപ്രധാനമായ ഒരു കാര്യമാണ്. ഭാവി സമൂഹത്തെ രൂപപ്പെടുത്തുന്ന പരീക്ഷണശാലകളാണ് സാഹിത്യകൃതികളെന്നും കെ.പി. രാമനുണ്ണി കൂട്ടിച്ചേർത്തു. കഥാവസന്തം എന്ന പേരിൽ 4 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കഥയോടുള്ള പ്രതിബദ്ധത, സ്നേഹമാണ് ഗണേശനെ ഇങ്ങനൊരു സംരംഭത്തിന് പ്രേരിപ്പിച്ചത്. അത് മുടങ്ങാതെ അതിസാഹസികമായിട്ട് തന്നെ കഥയെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കൂട്ടായ്മയെ കണ്ടെത്തുകയും അതിലൂടെ അർത്ഥവത്തായ രീതിയിൽ കഥയുടെ ചർച്ചയും പ്രചാരവും ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ കഥാവസന്തം മാറിയിട്ടുണ്ട്. അംബികാസുധനിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ നാട്ടുകാരനായിട്ടുള്ള കഥാകാരന് തന്നെ തുടങ്ങി 200-ാമത്തെ കഥാവസന്തത്തിനുള്ള ചർച്ച അംബികാസുധനെ തന്നെ ചുരുങ്ങി ഏറ്റെടുത്തു എന്നത് വളരെ എല്ലാ നിലയ്ക്കും പ്രസക്തമായി പ്രാധാന്യമായിരിക്കുന്ന കാര്യമായി കഴിഞ്ഞു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ N.P. വിജയൻ അധ്യക്ഷനായി. പ്രശസ്ത നിരൂപകൻ ഡോക്ടർ സജയ് കെ.വി. മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകഥാകൃത്ത് P.K. പാറക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരായ ദിവാകരൻ വിഷ്ണുമംഗലം, വത്സൻ അഞ്ചാംപേടിക, സീതാദേവി കരിയാട്ട്, V.M. മൃദുൽ എന്നിവർ സംസാരിച്ചു. ഓടക്കുഴൽ അവാർഡ് ജേതാവ് E.P. രാജഗോപാലൻ, DC ബുക്സിന്റെ സെഡോറ പുരസ്കാരം നേടിയ അനിരുദ്ധ് ശശിധരൻ, കഥാവസന്തത്തിന്റെ പോസ്റ്റർ ഡിസൈനർമാരായ രാഹുൽ ഉദിനൂർ, K. ദേവനന്ദ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. കൂട്ടായ്മയുടെ അഡ്മിൻ ഗണേശൻ അയറോട്ട് സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ K.G. ജ്യോതിമോൾ നന്ദിയും പറഞ്ഞു. തുടർന്നാണ് അംബികാസുധൻ മാങ്ങാടിന്റെ സുറുമി കഥയാസ്പദമാക്കിയുള്ള ചർച്ച നടന്നത്. സംവാദത്തിൽ അനീഷ് വെങ്ങാട്ട് മോഡറേറ്ററായി. രാജേഷ് നർക്കല, ബാലു പൂക്കാട്, ശ്രീകുട്ടി ജിൽജിത്ത്, വിജീഷ് പരവരി, സുരിമോൾ ബലാൽ, സൗമ്യ മുഹമ്മദ്, സന്തോഷ് ഒടിഞ്ഞവളപ്പ്, രഞ്ജിത്ത് കണ്ണൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് ശേഷം കഥാകൃത്ത് അംബികാസുധൻ മാങ്ങാടിന്റെ മറുമൊഴിയും ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ ചാപ്പയിൽ നന്ദി പറഞ്ഞു. വായന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഥാകൃത്ത് ഗണേശൻ നായരോട്ടിന്റെ നേതൃത്വത്തിൽ 4 വർഷം മുമ്പ് ആരംഭിച്ച കഥാവസന്തം പ്രതിവാര സാഹിത്യ സംവാദമാണ് ഇപ്പോൾ 200 ലക്കം പിന്നിട്ടിരിക്കുന്നത്. 2022 ഏപ്രിൽ 7-നാണ് കഥകളിലൂടെ ഒരു യാത്ര എന്ന ടാഗ് ലൈനോടെ കഥാവസന്തം ഫേസ്ബുക്ക് പങ്ക്തി ആരംഭിച്ചത്. ചർച്ച 100 ലക്കം പിന്നിട്ടതോടെ കഥാവസന്തം എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചായി പിന്നീട് ഇങ്ങോട്ടുള്ള പ്രവർത്തനം. നിലവിൽ 290 അംഗങ്ങളാണ് ഈ സാഹിത്യ സംവാദ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചകളിലും അഡ്മിന്റെ നേതൃത്വത്തിൽ ഒരു കഥ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. തുടർന്നുള്ള 5 ദിവസങ്ങളിൽ ഈ കഥയെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. അവസാന ദിവസം കഥാകൃത്തിന്റെ മറുപടി. ഇങ്ങനെയാണ് കഥാവസന്തം കൂട്ടായ്മയുടെ പ്രവർത്തന രീതി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.